ഹായ്, ദിസ് ഇസ് ബെൻസൺ പോൾ. വെൽക്കം ടു പോസ്റ്റ് മാർക്ക് സെഷൻ. ഇന്നത്തെ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഓപ്പൺ ചെയ്ത വശം തന്നെ മാർക്കറ്റ് നല്ല ഷാർപ്പായിട്ട് തന്നെ നമ്മൾ നേരത്തെ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്ന 22,800 എന്ന് പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് ലെവല് അവിടേക്ക് നല്ല ഷാർപ്പായിട്ട് വീഴുകയാണ് ഉണ്ടായത്. ഓൾമോസ്റ്റ് 12:30 1 മണി വരെ ആ സെൽ ഓഫ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ലൈവ് പോകുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ നോക്കുന്ന കാര്യം 22,800 താഴേക്ക് ക്ലോസ് ചെയ്യുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്നും ആ 22,800 മേലേക്ക് പ്രൈസ് ബൗൺസ് ബാക്ക് ചെയ്യുന്നത് ഇന്നും കാണാൻ പറ്റി. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റേഞ്ചിന്റെ അകത്ത് തന്നെയാണ് ഇന്നും മാർക്കറ്റ് കണ്ടെയ്ൻ ചെയ്തത് എന്നുള്ളതാണ്. അതായത് ഇന്നലെ നമുക്ക് റേഞ്ച് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു 23,000 താഴേക്കും 22,800 ആ ഒരു ലെവലിന്റെ ഇടയിൽ ആ റേഞ്ചിന്റെ അകത്ത് തന്നെയാണ് ഇന്നും പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നുമില്ല. നിഫ്റ്റിയുടെ ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള മൂവ്മെന്റ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും കണ്ടേക്കുന്നത്. ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോജി അല്ലെങ്കിൽ ഒരു ഹാമർ പാറ്റേൺ പോലത്തെ ഒരു ക്യാൻഡിലാണ് വന്നേക്കുന്നത്. ഒരു ബെയറിഷ് ആയിട്ടുള്ള ഹെഡ് ആണെങ്കിൽ കൂടി ഇന്നലെ നമുക്ക് എന്ത് കാണാൻ പറ്റി, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ കാണാൻ പറ്റി 22,800. ഇന്ന് അതേ ലെവലിൽ തന്നെ ഒരു ഹാമർ പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ സെല്ലേഴ്സ് ആ ലെവലിൽ വീക്ക് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇനി ആ റേഞ്ച് 23,000 എന്ന് പറഞ്ഞ റേഞ്ചും 22,800 എന്ന് പറഞ്ഞ റേഞ്ചും നല്ല കീനായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. OI ഡാറ്റ വെച്ച് നോക്കുന്ന സമയത്തും 23,000 മോശമില്ലാത്ത രീതിയിൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നല്ല OI ബിൽഡപ്പ് ഉണ്ടെന്നുള്ളതാണ് മേജർ ആയിട്ടുള്ള പോയിന്റ്. പിന്നെ അതിന് മേലേക്ക് നോക്കുവാണെങ്കിൽ 23,200 എന്ന് പറഞ്ഞിട്ടുള്ള ലെവലാണ്. അപ്പൊ 23,000 മേലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 23,000 ഷോർട്ട് ചെയ്തേക്കുന്ന അല്ല കോൾ ഓപ്ഷൻ സെല്ലേഴ്സിനും അവർ കവർ ചെയ്യാനായിട്ട്, അവർക്ക് നഷ്ടം വരാതിരിക്കാനായിട്ട് ഫർദർ ആയിട്ട് കോൾ ഓപ്ഷൻസ് ബൈ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ള പൊസിഷൻസ് എടുക്കാനൊക്കെ സാധ്യത ആ റേഞ്ചിൽ കാണുന്നുണ്ട്. അപ്പൊ ഒന്ന് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് വെച്ചേക്കുക. ഇനിയിപ്പോ എന്താണ്, നമുക്കിപ്പോ ഒരു കാംനെസ് കാണുന്നുണ്ട്. ഇന്നലെ ആയാലും ഇന്നായാലും ഒരു മാർക്കറ്റിൽ ചെറിയൊരു സമാധാനം കാണുന്നുണ്ട്. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യണത് ഈ പറഞ്ഞ പോലെ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഒരു ബ്രേക്ക് ഔട്ട് എന്തായാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ പോവില്ല ഇരിക്കുന്ന പ്രതീക്ഷയിലാണ്. അപ്പൊ 2-3 ദിവസത്തെ റേഞ്ചിന് ശേഷം ഒരു മിക്കവാറും സാധ്യത ഉള്ളത് എക്സ്പയർ ഡേ തന്നെയായിരിക്കും. മിക്കവാറും നമുക്ക് അറിയായിരിക്കും എക്സ്പയർ ഡേ ആണ് ഏറ്റവും വലിയ വലിയ മൂവുകൾ മാർക്കറ്റിൽ സംഭവിക്കാറുള്ളത്. അതിന് മാത്രമല്ല ഇന്ത്യ വിക്സ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 15 പോയിന്റ് സംതിങ്ങിലാണ് ഇന്ത്യ വിക്സ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നല്ല രീതിയിൽ വൊളാറ്റിലിറ്റി മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. പൊസിഷനിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചൊന്ന് സൂക്ഷിച്ചോ. സ്റ്റോപ്പ് ലോസ് ഒന്നും വന്ന് അടിച്ചോളണമെന്നില്ല. ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അപ്പൊ ആ കാര്യം ഒന്ന് സൂക്ഷിച്ചു വെക്കുക. അപ്പൊ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ ട്രേഡ് എടുക്കുന്നതിനേക്കാളും ഡിഫിക്കൽട്ട് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡുകളിൽ ട്രേഡ് എടുക്കാൻ കാണാറുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ടുള്ള മൂവുകളും ഷാർപ്പായിട്ടുള്ള ഡൗൺ സൈഡ് മൂവുകളും കാണുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് പൊസിഷണൽ ട്രേഡുകൾ കമ്പാരിറ്റീവ്ലി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ കുറെ നാളെ ചിലപ്പോൾ പറയാറുണ്ട്, അതായത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല, പ്രീമിയം മൂവ് ചെയ്യുന്നില്ല. ആ പരാതികളൊക്കെ ഇപ്പൊ ഏറെക്കുറെ മാർക്ക് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇടയ്ക്കിടെ വൺ സൈഡോ അല്ലെങ്കിൽ ഡബിൾ സൈഡോ ആയിട്ടുള്ള മൂവുകൾ മാർക്കറ്റ് കാണാൻ പറ്റാറുണ്ട്. ഇന്നലെ പോസ്റ്റ് മാർക്ക് സെഷന് ശേഷം നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ഒരു പ്രസ് മീറ്റ് നമ്മൾ നടത്തുന്നത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതില് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ചോദിക്കണ്ടേ, അതായത് FIIs കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ FIIs മാർക്കറ്റിൽ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എന്തെങ്കിലും നമ്മൾ മെഷേഴ്സ് എടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമ്മളുടെ ഫൈനാൻസ് മിനിസ്റ്റർ കൊടുത്ത മറുപടിയാണ്. അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മറുപടി കൊടുക്കാമായിരുന്നു എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FIIs പ്രോഫിറ്റ് ബുക്ക് ചെയ്യണത്രേ. അതായത് അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടി എന്നുള്ള കാര്യം മറക്കരുത്. അവര് പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ അവര് തിരിച്ച് അവരുടെ മദർ കൺട്രിയിലേക്ക്, അത് US ആ രാജ്യത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്ത് വീണ്ടും ആ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എന്തെങ്കിലും മെഷേഴ്സ് എടുക്കണേ പറ്റി ചോദിക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത കഥയാണ് ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടത്തക്ക രീതിയിൽ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സെൽ ഓഫ് നിന്നേക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അത് നമുക്ക് കണ്ടു തന്നെ അറിയണം എന്താണ് അവിടെ സംഭവിക്കാൻ പോകണമെന്നുള്ളത്. ഡാറ്റ വെച്ച് നോക്കുന്ന സമയത്ത് FIIs ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി 5 മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ആരാണ് FIIs സെല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഒക്ടോബറിലാണ് 1,14,000 കോടി രൂപയ്ക്ക് മേലെയൊക്കെ
ആര് FIS നമ്മളുടെ മാർക്കറ്റിൽ സെല് ചെയ്തേക്കുന്നത്. ഈ ഫെബ്രുവരി മാസമാണെങ്കിലും ഒട്ടും മോശമല്ല. ഇതുവരെ നോക്കുന്ന സമയത്ത് 33,000 കോടി FIS ഓൾറെഡി സെല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സെല്ലിംഗ് ഒന്ന് നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ, കാരണം DIS അത്യാവശ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്, നല്ല രീതിയിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് നല്ല രീതിയിൽ ഫണ്ട് ഒഴുകുന്നുണ്ട്. അതിന്റെ കൂടെ FIS കൂടി കൈവച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിന് ഒരു രക്ഷ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്, FIS പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകും. ആ ബുക്ക് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ കൂടെ തന്നെ റീറ്റെയിലേഴ്സിന് ലോസിന് നല്ല ലോസ്. നമുക്കൊക്കെ അറിയാം, നമ്മളുടെ ഒക്കെ പോർട്ട്ഫോളിയോസ് ഒരുവിധം ലോസിൽ തന്നെയായിരിക്കും. ഇതുപോലെ FIS പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ടിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ന്യൂസിലേക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന കാര്യം, ടെസ്ല ഇന്ത്യയിൽ 13 പുതിയ വാക്കൻസീസ് ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ്. അതായത് പുതിയ അപ്ലിക്കേഷൻസ്, ടെസ്ലയ്ക്ക് ജോലിക്കാരായിട്ട് 13ഓളം അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വാക്കൻസീസ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു ട്വീറ്റ് കാണുകയുണ്ടായി. അതിന്റെ കൂടെ തന്നെ നമ്മൾ പേടിഎമ്മിന്റെ ഓണർ അല്ലെങ്കിൽ ഫൗണ്ടർ ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്കവാറും ആദ്യത്തെ ടെസ്ലയുടെ ഷോറൂം വരാൻ പോണത് മുംബൈയിലായിരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ അസംഷൻസ് ആണ്, എന്നാലും കണ്ടറിയാം. അപ്പൊ അധികം ദിവസം കഴിഞ്ഞിട്ടില്ല, നമ്മളുടെ മോദിജിയും നമ്മൾ ട്രംപ് തമ്മിലുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ടും, അതേപോലെ തന്നെ എലോൺ മസ്ക് തമ്മിലുള്ള മീറ്റിംഗ് ഉണ്ട്, അധികം ദിവസം ആയിട്ടില്ല. ആ ദിവസങ്ങൾക്കകം തന്നെ ഇതുപോലത്തെ റിപ്പോർട്ട് വന്നത് എനിക്ക് തോന്നുന്നു വളരെ അടുത്ത് തന്നെ, അധികം വൈകാതെ തന്നെ ടെസ്ല പോലത്തെ കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കും എന്നുള്ള ഒരു ശുഭ സൂചന കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതുപോലത്തെ ടെസ്ല പോലത്തെ ഒരു കമ്പനി ഇന്ത്യയിലേക്ക് വരികയാണ്, തീർച്ചയായിട്ടും ഇന്ത്യയിലത്തെ കമ്പനീസിനെ അതിൽ ചെറുതായിട്ട് ബാധിച്ചേക്കാം എന്നുള്ളതാണ്. ഇപ്പോ ഇലക്ട്രിക് വെഹിക്കിളിന്റെ സെക്ടർ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 62 മുതൽ 64% ഇന്ത്യയിലത്തെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ മാർക്കറ്റ് ഷെയർ ഉള്ളത് ടാറ്റ മോട്ടോഴ്സിനാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ കേസ് നമുക്ക് അറിയായിരിക്കും. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ഓഗസ്റ്റ് 2024 എന്റെ ഊഹം ശരിയാണെങ്കിൽ 2024 ഓഗസ്റ്റ് തൊട്ട് മാർക്കറ്റ് താഴോട്ട് വീഴാൻ തുടങ്ങിയേക്കുന്നതാണ്. ഇപ്പൊ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 42% മാർക്കറ്റ് ഏത് ടാറ്റ മോട്ടോഴ്സ് താഴേക്ക് സെൽ ഓഫ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ പിന്നെ ഉള്ളത് MNM ആണ്. MNM നോക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന കമ്പനിയായിട്ട്, അത് 15% മാത്രമേ, ടാറ്റ മോട്ടോഴ്സ് ഇത്ര ശതമാനം വീണ സമയത്ത് MNM ആകെ 15% മാത്രമേ വീണിട്ടുള്ളൂ എന്നുള്ളത് പ്രത്യേകം എടുത്തു വായിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനിയിപ്പോ ഇത് പറഞ്ഞ പോലെ തന്നെ ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഈ കമ്പനീസിന് ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി ഈ പറഞ്ഞ. അപ്പൊ ഞാൻ മുന്നത്തെ ഡാറ്റയിലേക്ക് നോക്കുന്ന സമയത്ത്, ടാറ്റ മോട്ടോഴ്സ് മുന്നേ ഡാറ്റയിലേക്ക് നോക്കുന്ന സമയത്ത് 2016 ഇതുപോലെ സെൽ ഓഫ് ടാറ്റ മോട്ടോഴ്സിൽ ഉണ്ടായിരുന്നു. അതെപ്പോഴാണ് തീർന്നെന്ന് അറിയും, 2016 തുടങ്ങിയ സെൽ ഓഫ് തീർന്നത് 2020. അതായത് 3.5-4 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ബെയർ ട്രെൻഡ് ഒക്കെ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ചിലപ്പോൾ 2020 ശേഷം മാർക്കറ്റ് കണ്ടേക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ആൾക്കാരുള്ളത്. പക്ഷെ അതിന് മുന്നത്തേക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതിന് മുന്നോട്ടും ചാർട്ടുകളുണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു ലോങ് ഡ്യൂറേഷനുള്ള ഒരു ഡൗൺ ട്രെൻഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമുക്ക് അഫക്ട് ചെയ്യുന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്കറിയാം, നമുക്കിപ്പോ ഷോർട്ട് ടൈം ഗെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ ലോങ് ടൈം ഗെയിൻ ആണെങ്കിലും മോശമില്ലാത്തൊരു ടാക്സ് അടച്ചിട്ട് തന്നെ വേണം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതൊക്കെ FISന് തിരിച്ചു പോവാനായിട്ടുള്ള കാരണങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മെഷേഴ്സ് കൊണ്ടുവന്ന് ഈ പറഞ്ഞ പോലെ FISനെ മാർക്കറ്റിൽ പിടിച്ചു നിർത്താനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും ഇപ്പൊ കണ്ട ഹൈനേക്കാളും മേലേക്ക് മറ്റൊരു ഹൈ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. എന്റെ ട്രേഡിംഗ് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് ഹാഫ് കോണ്ടിനാണ് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന് അത് ബുക്ക് ചെയ്തു. അപ്പൊ ഞാനൊന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനെ ഏത് വ്യൂ എടുക്കാൻ പോകണം എന്നുള്ള പറ്റി ഒരു എത്തും പിടിയില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. നിങ്ങളുടെ ട്രേഡിംഗ് കാര്യങ്ങൾക്ക് എങ്ങനെയാണ് പോണത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.